എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഇയാൾക്ക് തന്നെയാണ് വിളിക്കാറ്. ഞാൻ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനോ മറ്റും നിൽക്കാറില്ല. എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു. ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം, ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു. ഈസ് സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നി. ബിക്കോസ് ഞാൻ അയാളെ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിൽക്കുന്ന അപ്പുറത്താണ് ഞാൻ കണ്ടത്. ഞാൻ പുള്ളിൻ്റെ ഒരു സുഹൃത്തായാണ് കണ്ടിരുന്നത്. ബിക്കോസ് ഞാൻ കുറച്ചും കൂടി ഡീവേറ്റ് ചെയ്ത് വരാം. 2018 ആദ്യമായിട്ട് ഉണ്ണിമുന്തൻ ഫിലിംസ് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു തോട്ട് വന്നത് ഫോർ ദ മൂവി മേപ്പടിയാൻ. ഈ മേപ്പടിയൻ്റെ സംഭവം എന്ന് വെച്ചാൽ 2018 തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴേക്കും 2021 ആയി. വിച്ച് ഇസ് വൈ ഓൾമോസ്റ്റ് 3 ഇയേഴ്സോളം ഞങ്ങൾ ഒരു ടീം, ഇതിൻ്റെ ഒരു HOD എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നിൽക്കുന്ന ടീം വളരെ ഒരു ടെക്നിക്കൽ ക്രൂവിനപ്പുറത്ത് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അത് പോയി. സിനിമകളിൽ മാനേജർ പരിപാടി എന്താണെന്ന് ഞാൻ അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ബിക്കോസ് അതിനെക്കുറിച്ചും ഒരു ചർച്ചകളുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ, പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ 3 വർഷത്തോളം എൻ്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ അയാളെ ഞാൻ അവൻ്റെ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ലെറ്റ്സ് സിനിമയിൽ വളരെ പ്രൊമിനൻ്റ് ആയ ഒരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും എക്സിക്യൂട്ടീവ് കൺട്രോളായി നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാദുഷ ചേട്ടനുണ്ട്. പുള്ളി നമുക്ക് കുറേ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും പുള്ളിനെ എൻ്റെ മാനേജറായിട്ട് കൂട്ടാൻ പറ്റില്ല. പുള്ളി ഇതില്ല. ഞാനത് എക്സാംപ്ലിഫൈ ചെയ്യണം. വാട്ട് ഇസ് എ സിറ്റുവേഷൻ. അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയില്ല. ഞാൻ എൻ്റെ ഒരു മലയാള സിനിമയിൽ ഇത് നടക്കുന്ന അതിൻ്റെ പ്രോട്ടോകോൾ. എനിവേസ് ഞാൻ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ യാദർശികമായിട്ട് അവിടെ വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ സുഹൃത്ത് അവിടെ ഉണ്ടായി. ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയണം, ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എൻ്റെ 22-ാം വയസ്സിലും 21-ാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട്. ചേട്ടാ, നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് 21 വയസ്സാണ്. ഇന്നിപ്പോൾ എനിക്ക് 38 ആവും. ഞാൻ പറഞ്ഞത് ഞാൻ നുണ പറയാറില്ല. മാത്രമല്ല, എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല.